പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി എത്തുന്ന നമസ്തേ അറേബ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതവും UAE-യുമായുള്ള വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം കൂടുതൽ ശക്തമാവുകയാണ്. ഭാരതത്തിലെ മുൻനിര മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IIM-ഉം IIT-യും UAE-യിൽ ക്യാമ്പസ് ആരംഭിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ദുബായിൽ ക്യാമ്പസ് തുറക്കുകയാണ്. ഭാരതത്തിലെ മുൻനിര മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ UAE-യിൽ എത്തുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ വഴിയൊരുക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാരതവും UAE-യും വിദ്യാഭ്യാസ രംഗത്തെ സഹകരണത്തിൽ പുത്തൻ അധ്യായം എഴുതി ചേർക്കുകയാണ്. UAE-യിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ഉണർവേകി ഭാരതത്തിലെ മുൻനിര മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ UAE-യിൽ ക്യാമ്പസുകൾ ആരംഭിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിന്റെ ക്യാമ്പസ് ദുബായിൽ തുറന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും UAE മന്ത്രിമാരെ സാക്ഷിയാക്കി ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. IIT ഡൽഹി അബുദാബിയിൽ ക്യാമ്പസ് തുറന്നതിന് പിന്നാലെയാണ് IIM അഹമ്മദാബാദ് ദുബായിൽ ക്യാമ്പസ് ആരംഭിച്ചത്. UAE-യും ഭാരതവും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെയും വളർന്നുവരുന്ന പങ്കാളിത്തത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് പുതിയ ക്യാമ്പസ് എന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. IIM അഹമ്മദാബാദിന്റെ രാജ്യാന്തര ക്യാമ്പസിന് അവസരമൊരുക്കിയ ഭരണാധികാരികൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി പറഞ്ഞു. 1 വർഷം കാലാവധിയുള്ള MBA പ്രോഗ്രാമാണ് ആദ്യ വർഷം ആരംഭിക്കുക. കൂടാതെ റൈറ്റിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ എന്നീ 2 സെന്ററുകളും ഇതിനോടനുബന്ധിച്ച് ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഗർഗാവി, രാജ്യാന്തര സഹകരണ മന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ഇക്കണോമി, റിമോട്ട് വർക്ക് ആപ്ലിക്കേഷൻ സഹമന്ത്രി ഒമർ ബിൻ സുൽത്താൻ അൽ ഒലാമ, വിദ്യാഭ്യാസ മന്ത്രി സാറ ബിൻ യൂസഫ് അൽ അമീരി, മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ ആക്ടിംഗ് മന്ത്രിയുമായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ തവാർ, ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. We already have an IIT functioning in UAE. Last week or 10 days back, my colleague and friend, Honorable Minister Dharmendra Pradhan, came for the inauguration of the IIM, which was attended by the Crown Prince of Dubai also. We have now received all the approvals for setting up an Indian Institute of Foreign Trade, IIFT, in Dubai. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡും ദുബായിൽ ക്യാമ്പസ് തുറക്കുകയാണ്. കഴിഞ്ഞ ദിവസം UAE-യിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. ദുബായ് എക്സ്പോ സിറ്റിയിലെ ഇന്ത്യ പവലിയനിലായിരിക്കും IIFT-യുടെ ആദ്യ വിദേശ ക്യാമ്പസ് പ്രവർത്തിക്കുക. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം തന്നെ ധാരണയിലെത്തിയിരുന്നു. തുടക്കത്തിൽ ഹ്രസ്വകാല കോഴ്സുകൾ, ഗവേഷണം എന്നിവയും പിന്നീട് MBA പോലുള്ള ദീർഘകാല പരിശീലന പരിപാടിയും നൽകും. Some of you may recall that during Dubai Expo, we had set up a whole big pavilion and the UAE government had given us rights to hold the pavilion since we had invested money in creating a permanent structure. That place is available with the Commerce Ministry and IIFT campus is being set up at the Dubai Expo location. The Indian diaspora will also benefit significantly, as will the local UAE people who will get an exposure to international foreign trade education of a very high level. UAE-യിൽ കൂടുതൽ ഇന്ത്യൻ സിലബസ് സ്കൂളുകൾ തുറക്കാൻ UAE സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ UAE സഹകരണം ശക്തമാക്കാൻ UAE-യിലെത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് അധ്യക്ഷ സാറ മുസല്ലിയാണ് ആവശ്യമുന്നയിച്ചത്. UAE expecting more schools from Indian boards. That is a good sign, and I have advised CBSE to explore the possibility how more quality Indian schools can be opened in UAE. CBSE is going to have an international board very soon. We are consciously planning to have an international board for entire globe. UAE-യിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ഉണർവേകി IIT ഡൽഹിയുടെ ഇന്ത്യക്ക് പുറത്തെ ആദ്യ ക്യാമ്പസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ അബുദാബിയിൽ തുറന്നിരുന്നു. ഭാരതത്തിന്റെ അഭിമാന സ്ഥാപനങ്ങളിൽ ഒന്നായ IIT ആദ്യമായാണ് രാജ്യത്തിന് പുറത്ത് ക്യാമ്പസ് തുറന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും തമ്മിൽ
2022 ഒപ്പുവെച്ച സമഗ്ര പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അബുദാബിയിൽ IIT സ്ഥാപിച്ചത്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നമസ്തേ അറേബ്യ തുടരും ഇടവേളയ്ക്ക് ശേഷം.